മാമരം. ആ പോയി മാമരം തൊട്ടോളൂ. നമ്മൾ ശരിക്കും മര തുടർന്ന് നമുക്ക് ജൈവ വൈവിധ്യ ഉദ്യാനമൊന്നും ഇല്ലാത്തോണ്ടേ. ചോദിച്ചോളൂ ബാക്കി. കിളി തൊട്ട മരമേത്? ആ മരമതിൻ പേരെന്ത്? ആ വലുതാണ്. കാശിത്തുമ്പ വലുതാണോ ചെറുതാണോ? കാശിത്തുമ്പ കണ്ടിട്ടില്ലേ? വലുതാണോ ചെറുതാണോ കാശിത്തുമ്പ? ആണോ? കാശിത്തുമ്പ വലുതാണോ? കാശിത്തുമ്പ നീ കണ്ടിട്ടില്ലേ? പൂവൊക്കെ ഉണ്ടാവണ കാശിത്തുമ്പ കണ്ടിട്ടില്ലേ? കാശിത്തുമ്പയുടെ പൂവ് എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും ഇല്ലേ? ആ കാശിത്തുമ്പ എന്താണ് അപ്പോൾ? ചെറിയ ചെടിയാണ് കേട്ടോ. തെങ്ങും മാവുമാതിരി വലുതല്ല. നിറയെ പലതരം കാശിത്തുമ്പകളുണ്ടല്ലേ. വയലറ്റ് പൂക്കളുള്ളത്, പിങ്ക് പൂക്കളുള്ളത്, വെള്ളയുണ്ട്, ഉണ്ടയായിട്ടുള്ളതുണ്ട്, അതിൽ തന്നെ നല്ല റെഡ് ഉണ്ട്. കണ്ടിട്ടില്ലേ? റോസാപ്പൂ മാതിരി ഉള്ളതുണ്ട്. ഇപ്പൊ കാശിത്തുമ്പ ചെറുതാണ് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ. മാമരം തൊട്ടുക. ആ ചോദിച്ചോളൂ. കിളി തൊട്ട മരമേത്? ആ വെള്ളത്തണ്ട്, മഷിത്തണ്ട് എന്നൊക്കെ കണ്ടിട്ടില്ലേ? ആ ചോദിച്ചോക്കൂ. മരമതിൻ പേരെന്ത്? ആ വലുതാണോ? വലുതാണോ മഷിത്തണ്ട്? വെള്ളത്തണ്ട് വലുതാണോ? എത്രയുണ്ടാവുള്ളൂ? ചെറുതാവും അല്ലേ? കുഞ്ഞിതാവും വെള്ളത്തണ്ട്. കണ്ടിട്ടില്ലേ? സ്ലേറ്റൊക്കെ മായ്ക്കുന്ന വെള്ളത്തണ്ട്, മഷിത്തണ്ട് കണ്ടിട്ടില്ലേ? നമ്മള് ഇടവിട വക്കത്തും ഒക്കെ ഉണ്ടാവും. നമ്മുടെ താഴെ ഈ തൊടിയിലും ഉണ്ട്, മുറ്റത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ഇല്ലേ. ഇപ്പൊ വെള്ളത്തണ്ട് നമുക്ക് പരിചയം വേണം അല്ലേ? അപ്പൊ നമുക്കിപ്പോ വെള്ളത്തണ്ട് എന്താണെന്ന് മനസ്സിലായി, ചെറുതാണെന്ന് മനസ്സിലായി. അവൾക്ക് വേറൊരു സാധനം കൂടി മനസ്സിലായി അല്ലേ? ഇപ്പൊ കാശിത്തുമ്പ ചെറുതാണെന്ന് സജയ്ക്ക് മനസ്സിലായി, വെള്ളത്തണ്ട് ചെറുതാണെന്ന് പൈസയ്ക്കും മനസ്സിലായി അല്ലേ? ഇത് മനസ്സിലാക്കാനായി പാട്ട്. യെസ്, പോയിരിക്കും അല്ല പോയി നിൽക്കൂ. അടുത്ത പൈങ്കിളി വരൂ. നിൽക്കാത്തവര് നിന്നോളൂ. ആസിനാഥ് നിന്നോളൂ. ഓക്കെ. തെയ്യക്കൻ 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 താരാ മാമരം തൊട്ടുവ പൈങ്കിളിയെ. ആ ആയിക്കോട്ടെ. ചോദിച്ചോളൂ. കിളി തൊട്ട മരമേത്? റോസ്. ആ മരമതിൻ പേരെന്ത്? റോസ് തന്നെയാ പറയാ അല്ലേ? ആ ആ പറയാമോ? ചെറുത് എന്ന് പറഞ്ഞാലും വയ്യ, വലുത് എന്ന് പറഞ്ഞാലും വയ്യ അല്ലേ? എന്നാലും നമുക്ക് മരമൊക്കെ ആലോചിക്കുമ്പോൾ ചെറുത് എന്ന് പറയാം അല്ലേ? ഗുഡ്. ഓക്കെ. അടുത്ത മുഷ്റഫ്. സിയ ഒതുങ്ങി നിൽക്കൂ. ആ തെയ്യക്കൻ തെയ്യക്കൻ മാമരം തൊട്ടുവ. ആ പോയി മാമരം എടുത്തോളൂ. ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ. ഏതാ? ആ ആ വലുത് ശരിയാണല്ലേ? തെങ്ങ് വലുതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ്, ഗുഡ്. പോയി നിന്നേ. ഇനി ആരാ നിൽക്കാനുള്ള? റാസിലോ? നിന്നോളൂ. വേഗം പാടിക്കോളൂ. ആ മാമരം തൊട്ടോളൂ. ചോദിക്കൂ. കിളി തൊട്ട മരമേത്? വായിക്ക്. കവുങ്ങ്. ആ വലുതാണോ ചെറുതാണോ പറയാമോ? വലുത്. ശരിയാണോ? ശരിയാണ്. കവുങ്ങ് എന്തുണ്ടാവണ മരാണ്? അടയ്ക്ക അല്ലേ? അടയ്ക്ക ഉണ്ടാവണം. നമ്മളിപ്പോ നാളെ തൊടി പോയപ്പോ കണ്ടില്ലായിരുന്നോ? നല്ല നീളം അല്ലേ? ആ അത് അവിടെ കാണുന്നുണ്ട് അല്ലേ? വലുതാണ്. വെരി ഗുഡ് റാസൽ. നിന്നോളൂ. നമ്മൾ പൂവിന്റെ പേരാണ് പറയാൻ പോണു അല്ലേ? നമുക്ക് നോക്കാം. തെയ്യക്കൻ 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 താര ആ പൂവൊന്നു തൊട്ടുവ പൈങ്കിളിയെ. ആ ഒരു പൂവ് എടുത്തോളൂ. ചോദിക്കൂ. പൂവിന്റെ പേരെന്ത്? ആ ആ അരളുവാണോ? അരളി അല്ലേ? ആ
പൂവിന്റെ നിറമെന്ത് പറയാമോ? എന്താ പൂവിന്റെ നിറം? വെള്ളയുണ്ട്, പലതരത്തിലുള്ള അരളിപ്പൂക്കളുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ള അരളിപ്പൂക്കൾ എന്തൊക്കെ കളറിലുണ്ട്? അരളിപ്പൂ കണ്ടിട്ടില്ലേ നിങ്ങള്? വെള്ള കണ്ടിട്ടുണ്ട്, മഞ്ഞ കണ്ടിട്ടുണ്ട്, റോസ് കണ്ടിട്ടുണ്ട് അല്ലേ? പല കളറിലുണ്ട്. പോയി നിക്ക്. തെയ്യക്കൻ തെയ്യക്കം തെയ്യക്കൻ താര പൂവൊന്നു തൊട്ടുവ പൈങ്കിളിയേ. പൂ തൊട്ടോളൂ പൈങ്കിളി. ചോദിക്കൂ, കിളി തൊട്ട പൂവേത്? അതായിട്ടില്ല. കിളി തൊട്ട പൂവേത്? വായിക്കേ. ഏതാണ്? വായിച്ചോ? അതന്നെ വായിച്ചോ. ജമന്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജമന്തി പൂവ്? എന്നാ ചോദിച്ചു, പൂവ് അതിൻ പേരെന്ത്? എന്താ പൂവിന്റെ പേര്? ജമന്തി. പൂവ് അതിൻ നിറമെന്ത് പറയാമോ? എന്താണ് ജമന്തി പൂവിന്റെ നിറം? ആർക്കറിയാ ജമന്തി പൂവിന്റെ നിറം എന്താണ്? ഓറഞ്ച് ഉണ്ട്, മഞ്ഞ ഉണ്ട് അല്ലേ? വെള്ള ജമന്തി ഉണ്ട് അല്ലേ? റെഡ് ജമന്തി ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? റെഡ് ജമന്തി ഇല്ല. മഞ്ഞ ഓറഞ്ചൊക്കെ കണ്ടിട്ടുണ്ട്, വെള്ളയും കണ്ടിട്ടുണ്ട്. നല്ല മണമാണ് അല്ലേ? നല്ല മണമാണ്. വാ. തെയ്യക്കൻ 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 താരാ പൂവൊന്നു തൊട്ടുവ പൈങ്കിളിയേ. ചോദിച്ചോളൂ, കിളി തൊട്ട പൂവേത്? പൂവതിൻ പേരെന്ത്? പേരും അതന്നെയാണ് അല്ലേ? പറയൂ. തുമ്പ അല്ലേ? ഇനി എന്താ നമ്മൾ ചോദിക്കേണ്ടത്? പൂവതിൻ നിറമെന്ത് പറയാമോ? എന്താണ് തുമ്പച്ചെടിയുടെ തുമ്പപ്പൂവിന്റെ നിറം? വെള്ള. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തുമ്പപ്പൂവ്? എവിടെ ഉണ്ടാവുക? പാടത്തൊക്കെ ഉണ്ടാവും അല്ലേ? പാടത്ത് നിറച്ചുണ്ടാവും. കുഞ്ഞ പൂവാണ് തുമ്പപ്പൂവ്, വെള്ളപ്പൂവാണ് അല്ലേ? യെസ്, വെരി ഗുഡ്. സച്ചി ഇങ്ങോട്ട് വാ, പഠിക്കോളൂ. തെയ്യക്കൻ സിയർ പൂവ് തൊട്ടോക്കെ. വേഗം വേഗം ആയിക്കോട്ടെ. എന്താ എഴുതിയിരുന്ന സിയെ? വായിക്കാൻ വായിക്കണ്ടോ? റസ് അല്ലാതെ എന്താവും? റോസ് ആവൂല്ലേ? അപ്പൊ ചോദിച്ചു നോക്കൂ, പൂവിന്റെ പേരെന്ത്? ഇനി പൂവിന്റെ നിറമെന്ത് പറയാമോ? ചോദിച്ചേ. പിങ്ക് ആണ്. പിങ്ക് റോസ് ഉണ്ടല്ലേ? പിന്നെ ഏതൊക്കെ റോസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്? റെഡ് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, ഗുഡ്, പിന്നെ യെല്ലോ ഉണ്ട് അല്ലേ? ഓറഞ്ച് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, വെറുതെ പറയുന്നതല്ല അല്ലേ? നമ്മൾ നഴ്സറിയിലൊക്കെ പോയാൽ പലതരം റോസ് കാണും അല്ലേ? സി അവിടെ ഒതുങ്ങി നിൽക്ക്. യെസ്. തെയ്യക്കൻ 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 താരാ പൂവൊന്നു തൊട്ടുവ പൈങ്കിളിയേ. വേഗം ആയിക്കോട്ടെ. ചോദിച്ചോളൂ, വേഗം ചോദിക്കൂ. പതുമണിയാവോ? എന്താവും അത്? 10 മണി അല്ലേ? പൂവിന്റെ നിറം എന്ത്? 10 മണിപ്പൂവിന്റെ നിറം എന്താവും? വെള്ള 10 മണി ഉണ്ടല്ലേ? അതും പല കളറിലുള്ളതുണ്ട് അല്ലേ? പച്ചയോ? റെഡ് ഉണ്ട്. അവിടെ മഞ്ഞ ഉണ്ട്, റോസ് ഉണ്ട്, ഉണ്ട ഉണ്ട് അല്ലേ? ഉണ്ടയിൽ തന്നെ ചുവപ്പും പല കളറായിട്ട് മിക്സ് ആയിട്ട് വരും അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ 10 മണിപ്പൂവ്? യെസ്. ആരൊക്കെ വീട്ടിലുണ്ട്? 10 മണിപ്പൂവുണ്ടോ? ഇപ്പൊ ഈ മഴക്കാലത്ത് അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? യെസ് യെസ്. തെയ്യക്കൻ തെയ്യം. വേഗം വേണം കേട്ടോ, നിങ്ങൾ വേഗം പാടണേ. ചോദിച്ചോളൂ, കിളി തൊട്ട പൂവേത്? മുല്ല. മൂവിന്റെ നിറമെന്ത്? വെള്ള. മുല്ലപ്പൂ പല കളറിലുണ്ടോ? ഇല്ല, ഒറ്റ കളറിലുള്ളൂ. അവിടെ പോയിക്ക്. മുല്ലപ്പൂവിന്റെ വേറെന്താ പ്രത്യേകത?
നല്ല മണമാണ് അല്ലേ? പിന്നെ ചെറുതാണോ വലുതാണോ? ചെറുതാണ്. നമുക്ക് നല്ല പരിചയമുള്ള പൂവാണ് മുല്ല അല്ലേ? പല കളറിലൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. വെള്ള കളറില് മുല്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ മണം തന്നെയാണ് അല്ലേ? പഠിക്കോളൂ. വേഗം ആയിക്കോട്ടെ. ചോദിച്ചോളൂ. അവൻ എടുത്തു. യെസ്. കിളിതൊട്ട പൂവേത്? ഏതാ? കൊന്ന. ആ, പൂവിന്റെ നിറം. കൊന്നപ്പൂവിന്റെ നിറം എന്താണ്? ആണോ? വെള്ളയാണോ കൊന്നപ്പൂവിന്റെ നിറം? എന്താണ്? മഞ്ഞ കളറാണ് അല്ലേ? നമ്മുടെ കേരളത്തിന്റെ പുഷ്പം കൂടിയാണ്, പൂവും കൂടിയാണ് ഇത് കണിക്കൊന്ന അല്ലേ? നമ്മളിങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണ കണ്ടിട്ടില്ലേ? ഓണത്തിനോ? വിഷുവിന്. അതെ, വിഷുവിനൊക്കെ നമ്മൾ എടുക്കണതാണ്. നീ കണ്ടിട്ടില്ലേടാ കൊന്നപ്പൂവ്? കണ്ടിട്ടില്ലേ? എന്നിട്ടാണ് വെള്ള പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല വെള്ള കൊന്നപ്പൂ അല്ലേ? മഞ്ഞ കണിക്കൊന്ന എന്നാ പറയാ അല്ലേ? മഞ്ഞ കണിക്കൊന്ന. യെസ്. സി അവിടെ അടങ്ങി നിൽക്ക്. ആ, ചോദിച്ചോളൂ. കിളിതൊട്ട പൂവേത്? ആ, ചോപ്പ്. അതിലും പല കളർ ഉണ്ട് അല്ലേ? വെള്ള ഉണ്ട്, വയലറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, മഞ്ഞയുണ്ട്. മനുഷ്യ കളറോ? ആ, അങ്ങനത്തെ കളറുള്ളതുണ്ട് അല്ലേ? നമ്മൾ പറയുക ക്രീം കളറിലൊക്കെ ഉള്ളതുണ്ട് അല്ലേ? യെസ്, പല കളറിലുള്ളതുണ്ട്. ഉണ്ടയായിട്ടുണ്ട്, മാല ചെമ്പരത്തി ഉണ്ട്. ആ, നമ്മളിതൊക്കെ കാണലുണ്ട് അല്ലേ? യെസ്, വെരി ഗുഡ്. പോയി നിൽക്കൂ.